സമ്മർ സീസണാണ്, നമ്മൾ ധാരാളം വാട്ടറും ജ്യൂസും ഒക്കെ കുടിക്കണം നമുക്കറിയാം. ക്യാരറ്റ് ജ്യൂസ് നമ്മൾ കഴിക്കും. ക്യാരറ്റ് കുക്ക് ചെയ്ത ശേഷം ജ്യൂസ് ആക്കിയാൽ വലിയ കുഴപ്പം. അതേസമയം ക്യാരറ്റ് കുക്ക് ചെയ്യാതെ നമ്മൾ മിൽക്കുമായിട്ടൊക്കെ ചേർത്ത് മിൽക്ക് ഷേക്സ് ഉണ്ടാക്കുമ്പോഴും അതിനൊരു വെള്ളത്തിൻ്റെ ഒരു ചുവ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇതിനായിട്ട് ആദ്യം വേണ്ടത് നല്ല പിഞ്ച് 2 മീഡിയം സൈസുള്ള ക്യാരറ്റാണ്, നല്ല പീലൊക്കെ ചെയ്ത്. പിന്നെ വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്, അതാണ് ഇതിലെ താരം. ഓക്കെ, ഞാൻ ഭയങ്കര മടിച്ചായതുകൊണ്ട് ഈ പാക്കറ്റാണ് എടുത്തത്. നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് മിൽക്കും എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഹണിയാണ്, ഹണി ഓർ ഡേറ്റ്സ്. പിന്നെ വേണ്ടത് ഒരു ഏലക്കയുടെ 3-4 സീഡ്, ഒരു ഫുൾ ഏലക്ക വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇടാം. എത്രയാണോ കോക്കനട്ട് മിൽക്ക് നിങ്ങൾ എടുക്കുന്നത് അത് അത്രേ അളവിൽ തന്നെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഐസ് ക്യൂബോ എന്ത് വേണമെങ്കിലും ഇടാം, അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അരിച്ചെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് നല്ല ചില്ലായിട്ട് നല്ല ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഷെയർ ചെയ്തത്. താങ്ക് യു മൃദു, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇത് ഇഷ്ടമായി. ഇതേ റെസിപ്പി ഞാൻ ഡേറ്റ്സ് വെച്ചും ഹണി വെച്ചും ഞാൻ ചെയ്തതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡേറ്റ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കോക്കനട്ട് മിൽക്ക് വരുമ്പോൾ. അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ രസമാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.